കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഛായ മൻസയുടെ കമ്പ് കിട്ടിയിരുന്നെങ്കിലെന്ന്. അങ്ങനെ ബന്ധുവീട്ടിൽ കയറിക്കൂടലിന് പോയതാണ്. അതാ അവിടെ ആവശ്യത്തിന് ഛായ മൻസ ചെടികൾ നിൽപ്പുണ്ട്. വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്നിട്ട് കുറേ ആയായിരുന്നു. അതിനാൽ ഈ ചെടി മുമ്പ് എൻ്റെ കണ്ണിൽ പെട്ടതേ ഇല്ല. ഛായ മൻസ അല്ലെങ്കിൽ മായൻ ചീര എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ നമ്മൾ വിഷമാണെന്ന് പറഞ്ഞു വീട്ടുമുറ്റത്ത് നിന്ന് ഇപ്പം പൊതുവെ അകറ്റി നിർത്തിയിരിക്കുന്ന യൂഫോർബിയ ചെടിയില്ലേ, അതേ ഫാമിലിയിൽപ്പെട്ടവർ തന്നെയാണ്. കപ്പയും അതേ ഫാമിലിയിലുള്ളവർ തന്നെ. കപ്പയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് എന്ന വിഷവസ്തു ഈ ചെടിയിലുമുണ്ട്. പക്ഷേ കപ്പയും കപ്പയുടെ ഇലയൊക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലോ. ചൂട് കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രജൻ സയനൈഡിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഇലകളൊക്കെ തോരൻ വെച്ചും വേവിച്ചും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നമുക്കങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷകഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഞാനിതിൻ്റെ കമ്പ് എടുക്കുമ്പോൾ തന്നെ പല അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്നു. തുറന്നു വെച്ച് വേവിക്കണം, തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, അങ്ങനെയൊക്കെ. മെക്സിക്കോ ആണ് ജന്മദേശമെങ്കിലും നമ്മുടെ കാലാവസ്ഥയിൽ ഈ ചെടി നന്നായി വളരും. പൊതുവെ കമ്പുകളാണ് നടുവാനായി ഉപയോഗിക്കുന്നത്. ഇവയുടെ അധികം മൂപ്പത്താത്ത ഇലകളാണ് ഭക്ഷ്യാവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വീട് പല പ്രാവശ്യം ചുറ്റി നടന്ന് കണ്ടു, ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചു നോക്കി, സന്തോഷമായി. മുമ്പ് തന്നെ കഴിച്ച ബിരിയാണിയും ഐസ്ക്രീമിൻ്റെയും ഒക്കെ ക്ഷീണം മാറ്റാൻ വേണ്ടി മീനും ബീഫും ഒക്കെ കൂട്ടി ചോറും അതിൻ്റെ കൂടെ ഐസ്ക്രീമും കൂടി കഴിച്ച് ടാറ്റ പറഞ്ഞിറങ്ങി. മുമ്പേ എടുത്തു വെച്ച ചീരയുടെ കമ്പും കുറച്ച് ചെടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്തി.